നമസ്കാരം. തിരുവനന്തപുരം നഗരത്തിൽ അധികാര കേന്ദ്രങ്ങളുടെ വെളിപ്പാടകലെ VVIP മേഖലയിൽ നഗരസുരക്ഷാ ചട്ടങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും പരസ്യമായി ലംഘിച്ചുകൊണ്ട് ബഹുനില ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിൽ പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാതിരുന്നതോടെ സമീപത്തെ താമസക്കാർക്കും വഴിയാത്രക്കാർക്കും അപകടങ്ങളും നാശനഷ്ടങ്ങളും സംഭവിക്കുന്നതും പതിവായിരിക്കുകയാണ്. ദുബായ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അരോമ ബിൽഡേഴ്സ് നന്ദൻകോട് പണികഴിപ്പിക്കുന്ന ബഹുനില ഫ്ളാറ്റ് സമുച്ചയത്തിലാണ് ചട്ടവും സുരക്ഷയും ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. അരോമ ബിൽഡേഴ്സിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അജിത് കുമാർ ഉള്ളൂർ ചീഫ് ടൗൺ പ്ലാനിംഗ് ഓഫീസർക്ക് പരാതി നൽകി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വസതികൾക്കും കോർപ്പറേഷൻ ഓഫീസ് മുതൽ തിരുവനന്തപുരം നഗരാസൂത്രണ വികസന അതോറിറ്റി ഓഫീസുകളുടെ വെളിപ്പാടകലെയാണ് ഇത്തരത്തിൽ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഫ്ളാറ്റ് നിർമ്മാണവും പെയിന്റിംഗ് പണികളും പുരോഗമിക്കുന്നത്. പെയിന്റിംഗ് തൊഴിലാളികൾ ആവശ്യത്തിന് സുരക്ഷാ നടപടികൾ പാലിക്കാതെ വെറുമൊരു കയറിൽ തൂങ്ങിയാണ് ജോലി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റ് സമുച്ചയത്തിലെ അശ്രദ്ധമായ നിർമ്മാണ പ്രവൃത്തി കാരണം അയൽവാസിയുടെ ലക്ഷറി കാറിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. നന്ദൻകോട് കോടിയിൽ ഭാരതി അപ്പാർട്ട്മെന്റിലെ താമസക്കാരന്റെ വോൾവോ കാറിനാണ് കേടുപാടുകൾ സംഭവിച്ചത്. സംഭവത്തിൽ ഫ്ളാറ്റ് നിർമ്മാതാക്കളായ അരോമ ഡെവലപ്പേഴ്സിനെതിരെ 25,000 രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഉടമ വക്കീൽ നോട്ടീസ് അയച്ചു. സമീപത്തെ വീടുകളിലേക്കും താമസക്കാരുടെ വാഹനങ്ങളിലേക്കുമൊക്കെ നിർമ്മാണ അവശിഷ്ടങ്ങൾ പതിക്കുന്നതും പതിവാണ്. ടൗൺ പ്ലാൻ നിയമങ്ങൾ പാലിച്ചാണോ ഈ കെട്ടിടത്തിന് നിർമ്മാണ അനുമതി നൽകിയതെന്ന കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട്. അരോമ ഡെവലപ്പേഴ്സിന്റെ ബൈ ദ ക്ലിഫ് എന്ന പ്രൊജക്റ്റിൽ കഴിഞ്ഞ ഡിസംബർ 10 നടന്ന പെയിന്റിംഗ് ജോലികൾക്കിടയിലാണ് സംഭവം. കോട്ടിയിൽ ഭാരതി അപ്പാർട്ട്മെന്റിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന കാറിന് മുകളിലേക്ക് പെയിന്റ് വീഴുകയായിരുന്നു. കാറിന്റെ ബോഡിയിലും ഗ്ലാസിലും പെയിന്റ് പറ്റിപ്പിടിച്ച് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് നോട്ടീസിൽ പറയുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പാലിക്കേണ്ട യാതൊരു മുൻകരുതലുകളും ബിൽഡർ സ്വീകരിച്ചിരുന്നില്ല. അയൽപക്കത്തെ വാഹനങ്ങൾ മാറ്റിയിടുകയോ താൽക്കാലിക സുരക്ഷാ മറകൾ സ്ഥാപിക്കുകയോ ചെയ്തിരുന്നില്ല. ഇതേക്കുറിച്ച് പണി നടക്കുന്ന ഇടത്തെ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും മതിയായ പ്രതികരണം ഉണ്ടായില്ല എന്നും വക്കീൽ നോട്ടീസിൽ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റ് താമസക്കാരുടെ വാഹനങ്ങൾക്കും സമാനമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ലാലസ് മുഖേന അയച്ച നോട്ടീസിൽ 15 ദിവസത്തിനകം നഷ്ടപരിഹാര തുകയായ 25,000 രൂപ നൽകണമെന്നും രേഖാമൂലം മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വീഴ്ച വരുത്തിയാൽ സിവിൽ ക്രിമിനൽ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും നോട്ടീസിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാന വീഴ്ചകളായി ചൂണ്ടിക്കാണിക്കുന്നത് ഇവയൊക്കെയാണ്. 1. സുരക്ഷാ മറകൾ. നിർമ്മാണ പ്രവർത്തനങ്ങൾ മറയ്ക്കാൻ ആവശ്യമായ സുരക്ഷാ നെറ്റുകളോ മറകളോ സ്ഥാപിച്ചിട്ടില്ല. 2. തൊഴിലാളി സുരക്ഷ. ഉയരത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ആവശ്യമായ സുരക്ഷാ ഉപകരണങ്ങളോ ബെൽറ്റുകളോ നൽകുന്നില്ല. 3. ടൗൺ പ്ലാനിംഗ്. നഗരാസൂത്രണ നിയമങ്ങൾ പാലിച്ചാണോ ഈ കെട്ടിടത്തിന് അനുമതി ലഭിച്ചത് എന്നതിൽ സംശയമുയരുന്നുണ്ട്. മറ്റൊന്ന്, നിർമ്മാണ അവശിഷ്ടങ്ങൾ അയൽപക്കത്തെ വീടുകളിലേക്കും വഴിയാത്രക്കാർക്കും ഭീഷണിയാകുന്നു എന്നതുമാണ്. ഇവയെല്ലാമാണ് വീഴ്ചകളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്.